വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യെസ് ടു പോസിറ്റീവ്. ഒരുപാട് ആളുകൾ നമ്മളോടിപ്പോൾ മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു സംഭവമാണ്. നോയമ്പ് വരാൻ പോവുകയാണ്, അപ്പോൾ നോയമ്പ് എടുക്കാൻ പറ്റുമോ, മെഡിസിൻ രാവിലത്തേക്ക് മാറ്റാൻ പറ്റുമോ, രാവിലെ മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ ഒരു 2 മണിക്കൂർ മുമ്പ് മെഡിസിൻ എടുത്തിട്ട് നോയമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ, രാത്രിയിൽ മെഡിസിൻ എടുക്കുന്നവരാണെങ്കിൽ കുറച്ച് ലേറ്റായിട്ട് മെഡിസിൻ എടുക്കുന്നതിന് കുഴപ്പമുണ്ടോ, നോയമ്പ് എടുക്കാവൂ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്. ഒറ്റ ഉത്തരം, നോമ്പെടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങൾ കൃത്യമായിട്ടാണ് ART മെഡിസിൻ കഴിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ സീരിയസ് ആയിട്ട് ഈ ഒരു ട്രീറ്റ്മെൻറ്റിനെ കൺസിഡർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ നോമ്പെടുക്കാതിരിക്കുക. അത് ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഏത് തരത്തിലുള്ള മതത്തിലുള്ള ആൾക്കാരാണെങ്കിലും ഇങ്ങനെയുള്ള നോമ്പുകൾ എടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ കഴിഞ്ഞ വർഷവും ഇതേ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തതാണ്. നമ്മളുടെ ഒരു പ്രധാന ഗൈഡ് ലൈൻ ഉണ്ട്. ഇത് ഇൻ്റർനാഷണൽ ഗൈഡ് ലൈനിൻ്റെ ഫസ്റ്റ് സെൻറ്റൻസ് തന്നെ, അത് പല ഡോക്ടേഴ്സും പറയില്ല, എന്നാൽ ഫസ്റ്റ് സെൻറ്റൻസ് തന്നെ ഫാസ്റ്റിംഗ് ക്യാൻ ബി എ കോംപ്ലക്സ് ഇഷ്യൂ ഫോർ പീപ്പിൾ ലിവിങ് വിത്ത് HIV എന്ന് തന്നെയാണ് അതിൻ്റെ ഗൈഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പം ഈ ഒരു സംഭവം നിങ്ങൾ മനസ്സിൽ വെക്കുക. നമ്മളുടെ ഉപാപചയ പ്രവർത്തനങ്ങൾ, നമ്മുടെ ശരീരത്തിൻ്റെ ബയോളജിക്കൽ റിതം, ബയോളജിക്കൽ ക്ലോക്ക്, ഇതിനെയെല്ലാം കംപ്ലീറ്റ്ലി തകിടം മറിക്കുന്ന ഒരു രീതിയാണ് ഈ നോയമ്പ് എന്ന് പറയുന്ന സംഭവം. ഇപ്പോൾ ഒരു വ്യക്തി രാവിലെ 8 മണിക്ക് മരുന്ന് കഴിക്കുകയാണെങ്കിൽ ഇവൻ ഈ ഒരു സമയത്ത് ഈ മരുന്നുകളെ രാവിലത്തേക്ക്, അല്ലെങ്കിൽ ഒരു 5 മണിക്ക്, എപ്പോഴാണോ രാവിലെ കഴിക്കുക എനിക്കറിയില്ല, ആ ഒരു സമയത്തേക്ക് മാറ്റും. വൈകിട്ട് ആണ് മരുന്ന് കഴിക്കുന്നതെങ്കിൽ അവരുടെ ആ ഒരു രീതിക്ക് അനുസരിച്ച് ചേഞ്ച് ചെയ്യും. ഇതുപോലുള്ള കുറേ അധികം പ്രശ്നങ്ങൾ വരും. അപ്പം ചില ആളുകൾ നമ്മളോട് തർക്കിക്കും. അതിൽ എനിക്കറിയാവുന്ന ആളുകളുണ്ട്, അവർ കുറേ വർഷമായിട്ട് നോമ്പെടുക്കുന്നുണ്ട്, അവർക്കൊന്നും ഒരു പ്രശ്നമില്ലെന്നോ. പക്ഷേ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഈ നോമ്പെടുത്തുകൊണ്ടോ അടുത്ത നോമ്പെടുത്തുകൊണ്ടോ കുറേ വർഷങ്ങൾ നോമ്പെടുത്തുകൊണ്ടോ ഒന്നും തന്നെ സംഭവിക്കില്ല. പക്ഷേ ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രഗ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവും. അതായത് നിങ്ങൾക്കിപ്പോൾ ഗവൺമെൻറ്റിലാണ് മെഡിസിൻ കഴിക്കുന്നതെങ്കിൽ TLD എന്ന് പറയുന്ന മെഡിസിൻ ആയിരിക്കും നിങ്ങളവിടെ കഴിക്കുന്നത്. ടെനോഫോർ, ലാമോഡിൻ, ടോളോട്രോഗ്രാവൽ എന്ന് പറയുന്ന മെഡിസിൻ ആയിരിക്കും കഴിക്കുക. ഈ മെഡിസിൻ നോർമലി നിങ്ങൾ മര്യാദയ്ക്ക് കൃത്യമായിട്ട് മെഡിസിൻ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 15 തൊട്ട് 20 വർഷം വരെ നിങ്ങൾക്ക് കിട്ടും. ആ ഒരു സ്ഥാനത്ത് നിങ്ങൾ ഇതേ രീതിയിലുള്ള കലാപരിപാടികളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് ഡ്രഗ് റെസിസ്റ്റൻസ് വന്നിട്ട് നിങ്ങൾക്ക് ഈ ഇത്രയും വർഷം കിട്ടേണ്ട മെഡിസിൻ ഒരുപക്ഷെ 8 വർഷമായിട്ടോ 9 വർഷമായിട്ടോ ചുരുങ്ങി പോകാം. അപ്പോൾ ഗവൺമെൻറ്റിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് നേരെ അവരെ സെക്കൻഡ് ലൈൻ മെഡിസിനിലേക്ക് മാറ്റും, അല്ലെങ്കിൽ തേർഡ് ലൈൻ. സെക്കൻഡ് പിടിച്ചില്ലെങ്കിൽ തേർഡ് ലൈൻ. നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർക്കറിയാം, ഫസ്റ്റ് ലൈൻ മെഡിസിൻസ് കുറേ വെപ്പൺസ് നമ്മുടെ കയ്യിലുണ്ട്, പല കോമ്പിനേഷൻസ് ഉണ്ട്. നമ്മൾ മാറ്റി നോക്കിയിട്ട് ഫസ്റ്റ് ലൈനിൽ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു നിർത്താൻ നോക്കും. അപ്പം ഇതാണ് ഒരു വലിയൊരു പ്രോബ്ലം ഇതിനകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ദയവ് ചെയ്ത് നിങ്ങൾ സ്വതന്ത്രമായിട്ടുള്ള ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുക. അല്ലാതെ മതം തലക്കി പിടിച്ച് ആ ഒരു മൈൻഡ് വെച്ചിട്ട് ഈ ഒരു സംഭവത്തെ നോക്കരുത്. നിങ്ങളുടെ ഫുൾ ബോഡിയുടെ ആ ഒരു ബയോളജി ടോൺ ഉണ്ടല്ലോ, ബയോളജിക്കൽ ഋതം ഉണ്ടല്ലോ, അതിനെ കംപ്ലീറ്റ് തകിടമാണ് ഇത് മറിക്കുന്നത്. സോ നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടത് അപ്പം നല്ല ഹെവി ഫുഡ് കഴിക്കേണ്ടത്, അപ്പം അത്യാവശ്യം സൂര്യപ്രകാശം വേണം, നൈറ്റ് കുറച്ച് ലൈറ്റായിട്ടുള്ള സംഭവം കഴിക്കണം, അത് പറ്റിയാൽ ഒരു 7 മണിക്ക് മുമ്പ് കഴിക്കുക, ഹെവി ആയിട്ടുള്ള പ്രോട്ടീൻ കഴിക്കണം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു ഒറ്റ കാര്യം മനസ്സിലാക്കുക, HIV വൈറസ് ആണ് നിങ്ങളുടെ ശരീരത്തിലുള്ളത്. HIV വൈറസ് വരുന്ന ഭൂരിപക്ഷം ആൾക്കാരുടെയും സ്വന്തം കയ്യിരിപ്പ് കൊണ്ടായിരിക്കാം HIV വൈറസ് ശരീരത്തിൽ കയറിയത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മറ്റ് അസുഖങ്ങളൊന്നും വരാതെ, അതായത് TB യോ ക്യാൻസറോ മറ്റ് പ്രോബ്ലംസ് ഒന്നും വരാതെ ഇതുവരെ കാത്തു സൂക്ഷിക്കുന്നത് നിങ്ങളുടെ ART ഡ്രഗാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ HIV മെഡിസിനാണ്. അവരൊറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, അതിന് വേണ്ട റെസ്പെക്റ്റ് കൊടുക്കുക. ആ മരുന്നാണ് നിങ്ങളുടെ ജീവൻ രക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നതെന്നുള്ളൊരു സാമാന്യ ബോധം നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു മരുന്നിന് വേണ്ട ബഹുമാനവും റെസ്പെക്റ്റും അത് കഴിക്കേണ്ട സമയത്ത് അത് കൃത്യമായിട്ട് കഴിച്ചിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ശരീരത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ 5 നേരം അമ്പലത്തിൽ പോയിട്ടോ 10 നേരം പള്ളിയിൽ പോയിട്ടോ ഒന്നും ഒരു കാര്യവും സംഭവിക്കാൻ പോകുന്നില്ല. ഈ ഒരു കാര്യത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ ലോകത്തിൻ്റെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് HIV വൈറസ് മാറിയതായിട്ട്? ഇല്ലല്ലോ. HIV വൈറസിന് ബ്യൂട്ടിഫുള്ളി ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് ART ഡ്രഗ് എന്നുള്ളത്. പല ഡോക്ടേഴ്സും പറയുമായിരിക്കും, നിങ്ങൾ നോമ്പെടുത്തു, നിങ്ങൾ അങ്ങോട്ട് മാറ്റിക്കും ഇങ്ങോട്ട് മാറ്റിക്കും. അവർക്ക് പോകാനായിട്ട് ഒന്നുമില്ല. നിങ്ങൾക്ക് ഡ്രഗ് റെസിസ്റ്റൻസ് വന്നാൽ അവർക്ക് എന്താണ് പ്രശ്നം? അവർക്ക് പ്രത്യേകിച്ച് ഗവൺമെൻറ് ഇരിക്കുന്ന ഒരു മതത്തിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും പറയത്തില്ല, അത് എന്തെങ്കിലും ഇഷ്യൂ ആയാലോ എന്ന് വിചാരിച്ചിട്ട്. സോ അവർക്ക് പ്രശ്നമൊന്നുമില്ല നിങ്ങളുടെ ലൈഫ് വെച്ച് കളിക്കുന്നതിൽ. ഞങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നോ, ദയവ് ചെയ്തിട്ട് നിങ്ങൾ
നോമ്പ് പോലുള്ള കാര്യങ്ങൾ എടുക്കരുത്. നിങ്ങൾ സ്വതന്ത്രമായിട്ട് നിങ്ങളുടെ ആ ഒരു ശരീരത്തിന് വേണ്ടി ഒന്ന് ചിന്തിക്കൂ. ഈ മതം തലയ്ക്ക് പിടിച്ച് ചിന്തിക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞു. ആ ഒരു രീതിയിൽ ചിന്തിക്കാതിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.